ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിൽ സർക്കാർ ഒടുവിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചു. ക്രൈംബ്രാഞ്ച് ADGP ആനന്ദകൃഷ്ണന്റെ നേതൃത്വത്തിൽ SP PK മധു അന്വേഷണം നടത്തും. പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. CRPC 173/8 അനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കിയ ഒരു കേസ് തുടരന്വേഷണം വേണമെങ്കിൽ പുതിയ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകണം. ക്രൈംബ്രാഞ്ച് SP എറണാകുളം SPയുടെ വിശദമായ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ പുതിയ വെളിപ്പെടുത്തൽ ഉണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണത്തെ സംബന്ധിച്ച് തുടർ അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ക്രൈംബ്രാഞ്ച് ADG അനന്തകൃഷ്ണന്റെ മേൽനോട്ടത്തിൽ എറണാകുളം ക്രൈംബ്രാഞ്ച് SP മധു നേതൃത്വം കൊടുക്കുന്ന സ്പെഷ്യൽ ടീം ഫർദർ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിൽ ഒടുവിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ സമഗ്ര വിവരങ്ങളും വിലയിരുത്തലുകളുമായി ഞങ്ങളുടെ പ്രതിനിധി KG ദിനകർ ചേരുകയാണ്. ദിനകർ, ബാർ കോഴക്കേസിൽ ശക്തമായ തിരിച്ചടി കോടതിയുടെ ഭാഗത്തു നിന്നെത്തുന്നു. പീപ്പിൾ TVയാണ് ബാർ കോഴക്കേസും പുറത്തെത്തിച്ചത്. ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലുകളായിരുന്നു അതിനും നിദാനമായത്. ഇവിടെ ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കോടതി നീങ്ങുന്ന ഘട്ടം വരെ എത്തി. എങ്ങനെ ശാശ്വതീകാനന്ദ സ്വാമികൾ മരിച്ചു? അന്നും ആസിഫ് അലി സർക്കാർ അഭിഭാഷകൻ കോടതിയിലെടുത്ത് DGP എടുത്തിരുന്ന നിലപാട് പുതിയ തെളിവുകളില്ല, കോടതി പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ പുതിയ തെളിവുകളില്ല, തുടരാനാകില്ല എന്നായിരുന്നു. പക്ഷേ ഒടുവിൽ രമേശ് ചെന്നിത്തലയ്ക്ക് തുടരന്വേഷണം പ്രഖ്യാപിക്കേണ്ടി വന്നു. ഈ സാഹചര്യം രാഷ്ട്രീയമായി അജിംഷാദ്, തീർച്ചയായും സ്വാമി ശാശ്വതീകാനന്ദയുടെ മരണം അന്വേഷിക്കേണ്ടത് തന്നെയാണ് എന്നതാണ് വസ്തുത. എന്നാൽ ഇത്ര ദിവസം, അതായത് ഏതാണ്ട് ഒരു മാസത്തോളമായി ഈ വാർത്ത പുറത്തു വന്ന് വലിയ ചർച്ചാ വിഷയമാകുമ്പോഴും സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ വൈകുന്ന ഒരു സാഹചര്യം, ഹൈക്കോടതിയിൽ നിന്നും സ്വാമി ശാശ്വതീകാനന്ദയുടെ മുങ്ങിമരണം എങ്ങനെ സംഭവിക്കുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദ്യമായി ഉയർത്തുന്ന ഒരു ഘട്ടം. അപ്പോഴൊന്നും അന്വേഷണം പ്രഖ്യാപിക്കാൻ സർക്കാർ തയ്യാറാകുന്നില്ല. അതേസമയം UDF കോൺഗ്രസ് എത്തി നിൽക്കുന്ന വലിയ ഒരു പ്രതിസന്ധി, ബാർ കോഴ. മന്ത്രി KM മാണി കോഴ വാങ്ങി എന്നതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ട് എന്ന് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു പശ്ചാത്തലം, തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന പശ്ചാത്തലം. ഈ ഘട്ടത്തിൽ ആണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ ആഭ്യന്തരമന്ത്രി സർക്കാർ തയ്യാറാകുന്നത്. സ്വാഭാവികമായും ഇത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അകപ്പെട്ടിട്ടുള്ള പ്രതിസന്ധിയിൽ നിന്നും മറികടക്കുക എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. വാർത്തയുടെ ദിശ തിരിച്ചുവിടുക എന്നത് തന്നെയാണ് ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ദിനകർ, ഇപ്പോൾ നമ്മോടൊപ്പം BJP വക്താവ് VV രാജേഷ് ചേരുകയാണ്. VV രാജേഷ്, ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിൽ തുടരന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു സർക്കാർ. അതെ, തുടരന്വേഷണം പ്രഖ്യാപിക്കാൻ പറ്റിയ സമയമാണല്ലോ. കാരണം ഞാൻ ആദ്യം പറയുന്നത്, ഈ തുടരന്വേഷണത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം നടത്തി ഇപ്പോൾ ആരോപണം ഉന്നയിച്ചവരുടെ കയ്യിലുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിന് മുമ്പേ കൈമാറി ചാർജ് ഷീറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഒഫൻസ് ആയിട്ട് ഉണ്ടെങ്കിൽ കൊടുക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. അത് അവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നു, കഴിഞ്ഞ 2 ദിവസമായി UDF നേതാക്കന്മാർക്കൊന്നും ചാനലുകൾ മുഖം കാണിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. കോൺഗ്രസ് നേതാക്കന്മാരെ ആരെയും കാണാനില്ല. കുറച്ച് കേരള കോൺഗ്രസ് മാത്രമാണ് വരുന്നത്. അവർ ഡിഫൻസീവിലാണ്, അവർ ഉൾവലിയുകയാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് 48 മണിക്കൂർ മാത്രം ശേഷിക്കുന്ന ഈ അവസരത്തിൽ കോൺഗ്രസ് നേതാക്കന്മാർക്ക് മാധ്യമങ്ങൾ പോലും വരാൻ പറ്റാത്ത സാഹചര്യം എങ്ങനെ ഒഴിവാക്കണമെന്ന് നടന്ന ഗൂഢാലോചനയുടെ ഫലമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇന്ന് ഒരു ദിവസമെങ്കിലും ചർച്ചകൾ മാറ്റാൻ വേണ്ടി ഈ അന്വേഷണം ഇന്ന് തന്നെ പ്രഖ്യാപിക്കാൻ വേണ്ടി ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. ഇതിനർത്ഥം UDF സർക്കാരും UDF നേതൃത്വവും ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പരാജയം സമ്മതിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി അവർ ചെയ്യേണ്ട മറ്റൊരു കാര്യം, അന്വേഷണം പ്രഖ്യാപിച്ചത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ആരോപണം ഉന്നയിച്ചവരുടെ കയ്യിൽ നിന്നും തെളിവുകൾ ശേഖരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ, ഏറ്റവും ചുരുങ്ങിയത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പെങ്കിലും അവർ അതിലെന്തെങ്കിലും കൂടുതലായി കണ്ടെത്തിയെങ്കിൽ കോടതി മുമ്പാകെ സമർപ്പിക്കണം. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്ന ചർച്ച വന്നപ്പോഴാണ് ഇവർക്ക് ഈ ആവേശമൊക്കെ വന്നത്. കഴിഞ്ഞ 13 വർഷങ്ങളൊക്കെ തന്നെ ഫ്രീസറിൽ വെച്ചിരിക്കുകയായിരുന്നല്ലോ. ഇതൊക്കെ തന്നെ ജനങ്ങളുടെ മുമ്പാകെ കൊണ്ടുവരണം, വ്യക്തമാക്കണമെന്ന് അഭിപ്രായം. വെള്ളാപ്പള്ളിയുമായി താങ്കൾ തന്നെ ഈ വിഷയത്തെ ആദ്യം ബന്ധപ്പെടുത്തി. VV രാജേഷ്. അല്ല, വെള്ളാപ്പള്ളി നടേശനുമായി ഈ സംഭവം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചിട്ടില്ല. മൈക്രോഫിനാൻസ് വിഷയം വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചത്. SNDP നേതൃത്വവുമായി, SNDPയുടെ പല രണ്ടാം നിര നേതാക്കളുമായി ഇക്കാര്യങ്ങൾ നിങ്ങൾ വിശദമായി ചർച്ച ചെയ്തു. അപ്പോൾ അവർ വളരെ ഇന്ന് രാവിലെ വിവരം വന്നതിന് ശേഷം ചർച്ച ചെയ്തു. അവർ വളരെ സന്തോഷപൂർവ്വമാണ് പറയുന്നത്, ട്രാൻസ്പെറൻസി നിലനിൽക്കണം. പൊതുപ്രവർത്തനത്തിൽ പതിറ്റാണ്ടുകളായി നിൽക്കുന്ന നേതാക്കന്മാരെ സംശയത്തിന്റെ മുന്നിൽ, പ്രത്യേകിച്ച് DSP പോലുള്ള മുതിർന്ന ആൾക്കാർ അവരെ സംശയത്തിന്റെ മുന്നിൽ നിർത്തി പിൻവാങ്ങുന്നത് ശരിയല്ല. എത്രയും പെട്ടെന്ന് തന്നെ അന്വേഷണം പൂർത്തിയാക്കിക്കൊണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് യാഥാർത്ഥ്യം
ബോധ്യപ്പെടുത്തണം എന്നുള്ള നിലപാടിലാണ് ഞാൻ ശരി. വി വി രാജേഷ് ചില കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്നു. അതിന് തുടക്കം വി രാജേഷ് തന്നെ കുറിക്കുകയും ചെയ്തു. അതായത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് സർക്കാർ കനത്ത തിരിച്ചടി എത്തുന്നു. അതും പീപ്പിൾ TV ആണ് കൊണ്ടുവന്നത്. ബിജു രമേശ് തന്നെയായിരുന്നു അതും വെളിപ്പെടുത്തിയിരുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരുപക്ഷെ കോടതിയുടെ ഇടപെടലുകളോടുകൂടി തുടരന്വേഷണത്തിന്റെ വിധി ഉണ്ടാകുന്നു. ആ ഘട്ടത്തിലേക്ക് പോകുന്ന ഒരു സമയം ശാശ്വതീകാനന്ദ സ്വാമികളുടെ വിഷയത്തിലും ഉണ്ടാകുന്നു. ഈ പ്രതിരോധങ്ങളെ അതിജീവിക്കാനാണ് ശാശ്വതീകാനന്ദ സ്വാമികളുടെ തുടരന്വേഷണം പ്രഖ്യാപിച്ചതിലെ രാഷ്ട്രീയം എന്നത് തന്നെയാണോ BJP കാണുന്നത്? BJP കാണുന്ന രാഷ്ട്രീയ BJP മാത്രമല്ലല്ലോ, ആർക്കും തന്നെ മനസ്സിലാവുന്ന രാഷ്ട്രീയമാണ്. ഇവിടെ താങ്കൾ പറഞ്ഞത് കൂടാതെ വേറൊരു പോയിന്റ് കൂടി ഉണ്ട്. അതായത് ബാർക്കോഴ വന്നതിനോടൊപ്പം തന്നെ പാമോലിൻ കേസിന് ചർച്ച വന്നിട്ടുണ്ട്. ഉമ്മൻചാണ്ടി പ്രതിയായിട്ടുള്ള പാമോലിൻ കേസിനെ കുറിച്ച് ചർച്ച വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കഷ്ടകാലം എന്ന് പറയുന്ന പോലെ UDF നേതാക്കന്മാർക്ക് ഗതികേടെന്ന് പറയുന്ന പോലെ കഴിഞ്ഞ 2 ദിവസമായി ഉമ്മൻചാണ്ടിയും KM മാണിയും പ്രതികളായിട്ടുള്ള കേസിനെ കുറിച്ച് മാത്രമാണ് കേരളത്തിലെ ചർച്ച. അങ്ങനെ ചർച്ച നടക്കുന്നത് UDFന് ദോഷം ചെയ്യുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൈവിട്ട കളിക്കാൻ അവർ തുനിഞ്ഞിരിക്കുന്നത്. ഇത് UDFന്റെ രാഷ്ട്രീയ പരാജയത്തെയാണ് സൂചിപ്പിക്കുക, യാതൊരു സംശയവുമില്ല. അതായത് വി രാജേഷ്, ഒരു ഘട്ടത്തിൽ ബിജു രമേശ് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ വിശ്വാസത്തിൽ എടുക്കാൻ തയ്യാറാകുന്നില്ല സർക്കാർ. പക്ഷേ എന്നാൽ ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബിജു രമേശ് വെളിപ്പെടുത്തലുകൾ സ്വീകാര്യമാണെന്ന് പറയുന്നു. ഇത് ഇരട്ടത്താപ്പാണോ? ഇത് സർക്കാരിന്റെ ഭാഗത്ത് നിൽക്കുന്നത് ഇരട്ടത്താപ്പല്ലാതെ വേറൊന്നും തന്നെ UDF സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഇതുവരെ വന്നിട്ടില്ലല്ലോ. UDF സർക്കാർ അധികാരമേറ്റതിന് ശേഷം എടുത്തിട്ടുള്ള എല്ലാ നിലപാടുകളും ഇരട്ടത്താപ്പാണ്. അതുകൊണ്ട് അതിൽ പറയാൻ സാധിക്കുകയില്ല. ഗവൺമെന്റ് രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി അവർ തയ്യാറാകുന്നില്ല. ഹരിയാനയായിരുന്നു കുറേ ദിവസം. ഇന്നലെ തന്നെ ഫോറൻസിക് തെളിവുകൾ വന്നതിന് ശേഷം ഹരിയാന ഉപേക്ഷിച്ചു, ബീഫ് ഉപേക്ഷിച്ചു, ബാർ ഉപേക്ഷിച്ചു, പാവോലിൻ ഉപേക്ഷിച്ചു. ഇനി അവർക്ക് കേരളത്തിലെ വികസനം ഉപേക്ഷിച്ചു. ഇനി അവർക്ക് പ്രത്യേകിച്ച് ഈ 7 ജില്ലകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമെങ്കിലും ശാശ്വതീകാനന്ദ വിഷയം ചർച്ച ചെയ്തു കഴിഞ്ഞാൽ ഒരുവിധം മുഖം രക്ഷിക്കാം. അവരുടെ കുന്തമുന വെള്ളാപ്പള്ളി നടേശന് നേരെ തിരിച്ചു വയ്ക്കാം. അതിൽ കൂടി എന്തെങ്കിലും വോട്ട് കിട്ടുമോ എന്ന് ഒരു ശ്രമം നടത്തുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ UDF പരാജയം സമ്മതിച്ചു കഴിഞ്ഞു. ഞങ്ങൾക്ക് പറയാനുള്ളത് തുടരന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക്, ആഭ്യന്തരമന്ത്രി പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അത് നടക്കട്ടെ. പക്ഷേ UDF നേതാക്കന്മാർ ശുദ്ധമായ കേരളത്തിലെ രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ വേണ്ടി ഈ അവസരത്തിൽ തയ്യാറാകണമെന്നൊരു അപേക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. അതായത് BJP ശാശ്വതീകാനന്ദ സ്വാമികളുടെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യത്തെ അംഗീകരിക്കുന്നു, തുടരന്വേഷണം നടക്കട്ടെ. പക്ഷെ അപ്പോൾ തന്നെ സർക്കാർ ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് ഉയർന്നു നിൽക്കുന്നതിന്റെ കാര്യങ്ങളെ പ്രതിരോധിക്കാൻ ശാശ്വതീകാനന്ദ സ്വാമികളെ ഉപയോഗിക്കുന്നു. ഇതാണ് BJPയുടെ നിലപാട്, വ്യക്തമാണത്. വി രാജേഷ് അല്ല, ഞാനൊന്ന് താങ്കളുടെ ചോദിച്ചു അവസാനിപ്പിക്കുന്നു. എനിക്കൊന്ന് മറുപടി പറയാനുള്ള കാര്യം കൊടുത്താൽ അല്ലല്ല, വി രാജേഷിലേക്ക് തന്നെ വരികയാണ് താങ്കളുടെ പ്രതികരണ. ഒരു സംശയം കൂടി, അതായത് പ്രധാനപ്പെട്ട ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം ഒന്നുകൂടിയുണ്ട്. അതായത് DGP സെൻകുമാർ, അല്പം മുമ്പ് ശാന്തയും അതോടൊപ്പം തന്നെ ശാന്ത മീൻസ് ശാശ്വതീകാനന്ദ സ്വാമികളുടെ സഹോദരി ശാന്തയും ഒപ്പം ബിജു രമേശും ആ കാര്യങ്ങളെ സംബന്ധിച്ച് പറഞ്ഞു. ഇതിൻ്റെ തുടരന്വേഷണ സാധ്യതകൾ പീപ്പിൾ TVയിലൂടെ എത്തിയതുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ DGPയുടെ മുന്നിൽ പരാതിയുമായി എത്തുന്നു. DGP വളരെ മോശമായിട്ടാണ് അവരോട് പെരുമാറിയെന്ന് വേദനയോടുകൂടി ശാന്ത പറയുന്നു. തങ്ങളെ വിഷമിപ്പിച്ചു എന്ന് പറയുന്നു. എങ്ങനെ DGPക്ക് അത്തരത്തിലൊരു നിലപാട് എടുക്കാനാകും? ഇപ്പോഴത്തെ DGPയെ കുറിച്ചാണോ? അതെ, സെൻകുമാർ ഏത് സാഹചര്യത്തിലാണ് പറഞ്ഞതെന്ന് എനിക്ക് കേട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. എന്തായാലും ഗവൺമെന്റ് തന്നെ അന്വേഷണത്തെ സ്വാഗതം ചെയ്ത സാഹചര്യത്തിൽ DGP അങ്ങനെ അതായത് പീപ്പിൾ സ്കോൾ വരുന്നു, DGP അപമര്യാദയായി പെരുമാറി എന്ന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉണ്ടായതെന്ന് എനിക്ക് വി രാജേഷ് അതിനകത്ത് വ്യക്തത വേണം. അതായത് DGP അത്തരത്തിൽ പരാതിയുമായി എത്തുന്ന പൗരന്മാരോട്, പോട്ടെ ശാശ്വതീകാനന്ദ RX or Y സന്യാസി മഹാനായ വ്യക്തി അതൊക്കെ കളയും, ഒരു പൗരന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് പീപ്പിൾ TV ഇത്തരത്തിലൊരു വാർത്ത പുറത്തെത്തിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും സംശയങ്ങൾ കുടുംബാംഗങ്ങൾക്ക് ജനിക്കുന്നു, സാധൂകരിക്കാവുന്ന ഒരുപാട് കാര്യങ്ങൾ എത്തുന്നു. അങ്ങനെ ഒരു സംശയത്തിൽ ഒരു പൗരന്റെ കാര്യവുമായി അധികൃതരുടെ മുന്നിൽ ചെല്ലുമ്പോൾ പോലീസ് മേധാവി സെൻകുമാർ അങ്ങനെയാണോ പെരുമാറേണ്ടത്? അത് പോലീസ് മേധാവി സെൻകുമാർ എന്നല്ല, ഒരു സാധാരണ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ പോലും ഒരു ആശ്രയത്തിന് വേണ്ടി ചെല്ലുമ്പോഴേക്കും ആരും തന്നെ അവമര്യാദപ്പെടാൻ പെരുമാറാൻ പാടില്ല. അത് DGP ആവുമ്പോൾ അങ്ങനെ പെരുമാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ റിയാലിറ്റി കൂടും. അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇനി സ്വാമിജിയുടെ സഹോദരി പറഞ്ഞപ്പോഴേക്കും അതിനെ അവിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല. അതായത് DGP സെൻകുമാർ അത്തരത്തിൽ പെരുമാറാനുണ്ടായ കാരണം വെള്ളാപ്പള്ളി നടേശനുമായുള്ള ബന്ധവും ആ സമ്മർദ്ദങ്ങളുമാണ് എന്നതാണ് പൊതുവെ വിലയിരുത്തിയതും ആരോപണം ഉന്നയിച്ചതും ബിജു രമേശ് അടക്കമുള്ളവർ.
അത്തരത്തിലുള്ള കാര്യങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നുണ്ടോ വി രാജേഷ്? അല്ല, അങ്ങനെയുള്ള കാരണങ്ങളിലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെള്ളാപ്പള്ളി നടേശനെ ഇതിൽ അന്വേഷിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും അദ്ദേഹം തുടക്കം മുതൽ പ്രകടിപ്പിച്ചിട്ടില്ല. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശന് ഇപ്പൊ താങ്കൾ സാമുദായിക ബന്ധങ്ങളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അങ്ങനെ DGP സ്വാധീനിക്കാനോ DGP ഞാൻ ഉദ്ദേശിച്ചതല്ല, പറഞ്ഞതാണ്. ബിജു രമേശ് അടക്കമുള്ളവർ പറഞ്ഞതാണ്, ശാന്ത അടക്കമുള്ളവർ സൂചിപ്പിച്ചതുമാണ്. അല്ല, ബിജു രമേശ് പറയുന്ന പല കാര്യങ്ങളോടും നമുക്ക് വിയോജിപ്പുണ്ട്, ചില കാര്യങ്ങളോട് യോജിപ്പുണ്ട്. അത് മറ്റൊരു ഇത് തന്നെയാണ് സർക്കാരിന്റെ നിലപാട്. അല്ല, ഞാൻ ബിജു രമേശിന്റെ വാക്കുകളിലേക്കല്ല വരുന്നത്. ഞാൻ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനും DGPയും തമ്മിൽ താങ്കൾ പറയുന്ന ബന്ധമുണ്ട്. അതുകൊണ്ട് അദ്ദേഹം വിശ്വമിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ എനിക്കത് വിശ്വസിക്കാറില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യത്തിന് വേണ്ടി അങ്ങനെ സ്വാധീനിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഈസ് ഫുള്ളി കോൺഫിഡന്റ്. മാത്രവുമല്ല, അങ്ങനെ DGPയെ നിരാകരിച്ചാൽ തന്നെ അവർക്ക് കോടതിയിൽ സമീപിക്കാമല്ലോ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പറയുന്ന ആരോപണത്തിൽ എനിക്ക് യാതൊരു തരത്തിലും വിശ്വസിക്കാൻ സാധിക്കില്ല. അതായത് DGP അത്തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ അത് പ്രതിഷേധാർഹം തന്നെയാണ്. അല്ല, സ്വാമിജിയുടെ സരോജി പറഞ്ഞ സ്ഥിതിക്ക് അതിനെക്കുറിച്ച് മാധ്യമങ്ങൾ അന്വേഷിക്കേണ്ടതാണ്. DGP അങ്ങനെ പെരുമാറാൻ പാടില്ല. DGP അല്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും അത്തരം പെരുമാറാൻ പാടില്ല. ശരിയാണ്. വി രാജേഷ്, ഇതിന്റെ രണ്ടാമത്തെ ഘട്ടം, അതായത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട് കോടതി ചോദിക്കുന്ന ചില കാര്യങ്ങളുണ്ടായിരുന്നു. ബാർക്കോഴ കേസിൽ എണ്ണി കോടതി പറഞ്ഞിരുന്ന കാര്യങ്ങൾ അതേ സാഹചര്യം തന്നെയായിരുന്നു ശാശ്വതീകാനന്ദ സ്വാമികളുടെ വിഷയത്തിലും കോടതി എണ്ണി ചോദിച്ചത്. നീന്തൽ അറിയാവുന്ന സ്വാമിജി എങ്ങനെയാണ് മുങ്ങി മരിക്കുക? ആരോഗ്യവാനായിരുന്നു സ്വാമിജി. അപ്പോൾ സർക്കാർ പറഞ്ഞത്, കോടതിയിൽ ആസിഫ് അലി പറഞ്ഞത് എന്താണ്? ഇത്തരത്തിൽ ഒരു നിലപാട് കോടതി ഉന്നയിച്ചതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ പുതിയ തെളിവുകൾ ലഭിച്ചിട്ടില്ല, അതുകൊണ്ട് തുടരന്വേഷണത്തിന് സാധ്യതകളില്ല എന്നായിരുന്നു കഴിഞ്ഞ ദിവസവും കോടതിയിൽ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ ഒടുവിൽ തുടരന്വേഷണത്തിന് തെളിവുകൾ ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആഭ്യന്തരമന്ത്രി എത്തുകയും തുടരന്വേഷണം പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതിനെ മൊത്തത്തിൽ ബാർക്കോഴ കേസും ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെടുത്തി തന്നെ എങ്ങനെ കാണാം, എങ്ങനെ പറയാം? അവസാനമായി വി രാജേഷ്, സിമ്പിൾ ലോജിക്, നീന്തൽ അറിയാവുന്ന ഒരാൾ വെള്ളത്തിൽ എങ്ങനെയാണ് മുങ്ങി മരിക്കുന്നത് എന്നുള്ളത് ഒരു സിമ്പിൾ ലോജിക് അനുസരിച്ച് ആ ഒരു ചോദ്യം വളരെ റെലവന്റ് ആണ്. പക്ഷേ അങ്ങനെ ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാം. കോടതി ചോദിച്ചത് നീന്തൽ അറിയാവുന്ന ഒരാൾ എങ്ങനെ മുങ്ങി മരിക്കുന്നു എന്നാണ്. അങ്ങനെ പറയുമ്പോൾ തന്നെ നീന്തൽ അറിയാവുന്ന എത്രയോ പേർ മുങ്ങി മരിച്ച ചരിത്രമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഗവർണറുടെ ADC ആയിരുന്നു അദ്ദേഹം, വോളിബോൾ താരമായിരുന്നു. അദ്ദേഹം ഒരു നിമിഷം കൊണ്ട് അദ്ദേഹം മരണപ്പെട്ടു പോയി. രാവിലെ 3 മണിക്കൂർ പ്രാക്ടീസിന് വേണ്ടി വീട്ടിൽ ചെന്നപ്പോഴാണ് അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യമുണ്ടായത്. അപ്പോൾ സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്തെങ്കിലും സംശയം അവശേഷിക്കുന്നത്, ഇപ്പൊ പലരും പറഞ്ഞിട്ടുണ്ട് സ്വാമിജിയുടെ വയറ് ഞെക്കിയപ്പോഴേക്കും വെള്ളം വന്നില്ല, രാവിലെ കഴിച്ച ഓട്സ് ആണ് വന്നത്, അതോടൊപ്പം തന്നെ കൽപ്പടവും രക്തമുണ്ടായിരുന്നു. ഇതൊക്കെ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളാണ്. അങ്ങനെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് ഹൈക്കോടതി ഉൾപ്പെടെ പരിഗണനയിരിക്കുന്നതുകൊണ്ട് ഹാജരാക്കി ആരെങ്കിലും കുറ്റവാളിയാണെന്നുണ്ടെങ്കിൽ അതിന് പുറത്തു കൊണ്ടുവരാം. എന്തായാലും എനിക്ക് തോന്നുന്നത് ഇങ്ങനെയൊരു തുടരന്വേഷണം പ്രഖ്യാപിച്ചതോടെ ശ്രീ വെള്ളാപ്പള്ളി നടേശനും ശ്രീ SNDP ഇപ്പോഴത്തെ നേതൃത്വവും സംശയത്തിന്റെ മുന്നിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കുകയാണ്. സത്യസന്ധമായ അന്വേഷണം നടക്കുന്നതിലൂടെ കൂടുതൽ ശോഭയോടെ നേതൃത്വത്തെ ജനങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ സാധിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ആരെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ജനങ്ങൾക്ക് അവരെ തിരിച്ചറിയാൻ സാധിക്കും. ശ്രീ വി രാജേഷ്, ഒരു കാര്യം കൂടി വളരെ പെട്ടെന്ന്, ഒരു 10 സെക്കൻഡ്. അതായത് ഈ ബാർക്കോഴ കേസിൽ ഇത്തരത്തിലൊരു തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ ഉയർത്തിയത് സർക്കാരിനെ ആക്കി എന്നുള്ളത് ഉറപ്പാണ്. ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണം തുടരന്വേഷണം പ്രഖ്യാപിക്കുമ്പോൾ ആരെയാണ് രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത്? അല്ല, ആരെയാണെന്ന് വെച്ചാൽ കോൺഗ്രസിന് താല്പര്യം. ഇപ്പൊ CPM-നെ പ്രതിരോധത്തിലാക്കേണ്ട ആവശ്യം അവർക്കില്ല. കാര്യം പല സ്ഥലങ്ങളിലും കോൺഗ്രസും CPM തമ്മിൽ പല വാർഡുകളിലും അഡ്ജസ്റ്റ്മെന്റ് ആണ്. അതുകൊണ്ട് അല്ലല്ല, ഇതിലേക്ക്, അതായത് ആരെയാണ് പ്രതിരോധത്തിലാക്കുന്നത് സംശയം. ഞാൻ അത് പറഞ്ഞപ്പോഴേക്ക് താങ്കൾ വിഷയം മാറ്റുന്നു. CPM-നെ അല്ലല്ല, ഞാൻ കംപ്ലീറ്റ് ചെയ്യാം. അല്ല, അങ്ങനെ ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും. ഞാൻ പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ ജനങ്ങൾ വിശ്വസിക്കും. അതുകൊണ്ട് വിഷയം മാറ്റരുത്. CPM-നെ പ്രതിരോധത്തിലാക്കാൻ സാധിക്കില്ല. CPM-നെ പ്രതിരോധത്തിൽ ആക്കേണ്ട ആവശ്യവും ഇപ്പോൾ കോൺഗ്രസില്ല. കോൺഗ്രസിനുള്ള എന്താണ്, കേരളത്തിൽ ഉദിച്ചുയരുന്ന ഒരു മൂന്നാമതൊരു രാഷ്ട്രീയ ശക്തിയുണ്ട്. പിന്നോക്ക ജനവിഭാഗക്കാർ അണിനിരന്നിട്ടുള്ള ഗ്രാമസഭ ഉൾപ്പെടെ അണിനിരന്നിട്ടുള്ള ഒരു വലിയൊരു മൂന്നാമത്തെ ശക്തിയുണ്ട്. അതിന് BJP-യുമായി അവർ ചർച്ചകൾ നടത്തുന്നു. ഇതിനെ പ്രതിരോധിക്കുക, ഇതിനെ ഒരു സംശയത്തിന്റെ മുന്നിൽ നിർത്തുക എന്നുള്ളതാണ് UDF നേതൃത്വത്തിൽ. ശരി, വ്യക്തമാണ് വി രാജേഷ്, വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം തങ്ങളെ തന്നെയാണ് പ്രതിരോധത്തിലാക്കുന്നത് എന്ന വാക്കുകളാണ് വി രാജേഷ് പറഞ്ഞത്. എന്നാൽ സർക്കാർ ബാർക്കോഴ കേസിൽ നേരിട്ട പ്രതിരോധത്തെ അതിജീവിക്കാൻ ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണവും ഉപയോഗിക്കുകയാണ് സർക്കാർ എന്ന ആരോപണവും BJP ഉന്നയിക്കുന്നു. എന്നാൽ തുടരന്വേഷണത്തെ BJP സ്വാഗതവും ചെയ്യുന്നു. ഈ
ആഭ്യന്തരമന്ത്രി അല്പം മുമ്പാണ് തുടരന്വേഷണം ശാശ്വതീകാനന്ദ സ്വാമികളുടെ മരണത്തിലെ തുടരന്വേഷണം പ്രഖ്യാപനം ഉണ്ടായത്. അതിന്റെ വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഷാജഹാൻ ചെയ്യുകയാണ്. ഷാജി, എന്തൊക്കെ കാര്യങ്ങളാണ് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്? തുടരന്വേഷണത്തിന്റെ സാധ്യതകൾ ഇപ്പോൾ സർക്കാരിന് മുമ്പിൽ തെളിയാൻ. അജിംഷാദ്, അദ്ദേഹം പ്രധാനമായിട്ടും പറഞ്ഞത് ഈ കേസിൽ, അതായത് ശാശ്വതീകാനന്ദ സ്വാമിയുടെ മരണവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടൊരു അന്വേഷണം വേണമെന്ന് സഹോദരിയും അതുപോലെ ബന്ധുക്കളുമൊക്കെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തന്നോടും അതുപോലെ മുഖ്യമന്ത്രിയോടും ആവശ്യങ്ങളുമായിട്ട് വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ ഇത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ട് വിവിധ വകുപ്പുകളെ ഏൽപ്പിച്ചു. അതായത് നളിനി മിറ്റോ അടക്കമുള്ളവർ ഇതിന് തുടരന്വേഷണ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. എന്നാൽ MM മണിയുടെയും ഒക്കെ ഉദാഹരണങ്ങൾ നിരത്തിക്കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ പുതിയ ചില തെളിവുകൾ പുറത്തു വന്നതായിട്ട് ഇത് അന്വേഷിച്ച പോലീസിന്റെ ചില അന്വേഷണ സംഘങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചു. ഷാജി ദയവായി തുടരുക. ഇപ്പോൾ നമ്മോടൊപ്പം അഡ്വക്കേറ്റ് ജയശങ്കർ ചേരുകയാണ്. ശ്രീ ജയശങ്കർ, സ്വാമിജിയുടെ മരണം തുടരന്വേഷണത്തിന് സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒടുവിൽ അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിന് തികച്ചും ആവശ്യമാണ്. പക്ഷേ ഈ അന്വേഷണം പ്രഖ്യാപിച്ച ദിവസം നിങ്ങൾ ഓർക്കണം, ബാർക്കോഴ കേസ് കത്തി നിൽക്കുകയാണ്. അതിൽ ജനങ്ങൾ ഇരിക്കാനും നിങ്ങൾ മാധ്യമങ്ങൾ തന്നെയും ആ വിഷയത്തിൽ വിട്ട് ഇതിലേക്ക് തിരിയാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിവിടെ അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ലേ? സ്വാമി മരിച്ചിട്ട് ഇപ്പൊ കൊല്ലത്രയും AK ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. അന്ന് ആർക്കൊരു സംശയം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന്റെ സഹോദരി ശ്രീമതി ലക്ഷ്മിക്കുട്ടി കേരള ഹൈക്കോടതിയിൽ ഒരു ജഡ്ജിയായിരുന്നു. അവർ പോലും സംശയം പ്രകടിപ്പിച്ചില്ല. പിന്നീട് സംശയം ഉണ്ടാകുന്നത് ആന്റണിയുടെ അടുത്ത സർക്കാരിന്റെ കാലത്തായിരുന്നു. അപ്പോഴും അന്വേഷണം നടത്തി കുറ്റക്കാരന് ഒന്നും ദുരൂഹമായി ഒന്നുമില്ലെന്ന് പറഞ്ഞു. ഇപ്പോൾ വീണ്ടും ആ ദുരൂഹത ഉയർന്നു വന്നിരിക്കുന്നു. അന്വേഷണം നടത്തുന്നത് നല്ലതാണ്. ഇനി എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ അത് നീക്കാം. പക്ഷേ ഈ ബാർക്കോഴ കേസിൽ വിജിലൻസ് കോടതിയുടെ വിധി വന്നതിന്റെ 3-ാം ദിവസം ഇങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിക്കുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. അതായത് ഏറ്റവും ഒടുവിൽ കോടതിയിൽ സർക്കാർ പറഞ്ഞിരുന്നത് തുടരന്വേഷണത്തിന് തെളിവുകളില്ല എന്നായിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ തുടരന്വേഷണം എന്നത് പ്രഖ്യാപിച്ചത് ബാർക്കോഴ കേസുമായി ബന്ധപ്പെട്ട ആരോപണത്തെ അതിജീവിക്കാനാണെന്ന് എന്ന് തന്നെ താങ്കൾ വിശ്വസിക്കുന്നു? തീർച്ചയായിട്ടും ഞാൻ അങ്ങനെ 101% അങ്ങനെ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ 4-ാം നാള് ജസ്റ്റിസ് കമാൽ പാഷയുടെ ബെഞ്ചിൽ ഈ കേസ് വന്നപ്പോൾ സർക്കാരിന് ഒരു സംശയം ഉണ്ടായിരുന്നില്ല. രമേശ് ചെന്നിത്തല പറഞ്ഞ് ആലോചിക്കട്ടെ, പഠിക്കട്ടെ, നോക്കട്ടെ എന്നൊക്കെയാണ്. എന്തെങ്കിലും തെളിവ് ഉണ്ടെങ്കിൽ അന്വേഷിക്കാം. അതിനുശേഷം കഴിഞ്ഞ അവധിക്ക് ശേഷം ഇതുവരെ പുതിയ വെളിപ്പെടുത്തലൊന്നും ഉണ്ടായില്ലല്ലോ. ബിജു രമേശ് പോലും ഒന്നും പറഞ്ഞില്ല. പെട്ടെന്ന് ഉണ്ടിരുന്ന നായർക്ക് ഒരു വിളി തോന്നിയെന്ന് പറഞ്ഞ പോലെ രമേശ് ചെന്നിത്തലയ്ക്ക് ഒരു ബോധോദയം ഉണ്ടാവുകയാണ്. എന്നാൽ തുടരന്വേഷണം നടത്തിക്കളയാം. അത് ആർക്കറിയാൻ പാടുള്ളത്? അരിയാഹാരം കഴിക്കുന്ന ആർക്കും മനസ്സിലാവില്ല അതിന്റെ ലോജിക്ക് എന്താണെന്നുള്ളത്. തീർച്ചയായും അത് വ്യക്തമാണ്. ശ്രീ ജയശങ്കർ, ഒരു കാര്യം കൂടി, അതായത് ശാശ്വതീകാനന്ദ സ്വാമികളുടെ സഹോദരി അല്പം മുമ്പ് ഞങ്ങളോട് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ, തുടരന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പീപ്പിൾ TV വാർത്ത പുറത്തെത്തിക്കുന്നു, ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് കേരളം ചർച്ച ചെയ്യുന്ന ഘട്ടത്തിലാണ് കുടുംബാംഗങ്ങൾ പരാതിയുമായി DGP സെൻകുമാറിൻ്റെ മുന്നിലെത്തുന്നത്. പക്ഷേ DGP രാഷ്ട്രീയക്കാർ പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ വരാനുള്ളതാണോ എന്ന് പറഞ്ഞ് തട്ടിക്കേറി അവരോട് മോശമായി പെരുമാറി എന്ന് പറഞ്ഞു. DGP അങ്ങനെ എന്തെങ്കിലും സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി അത്തരത്തിൽ പെരുമാറുന്നത് ശരിയാണോ? അല്ല, DGPക്ക് മറ്റു പല താല്പര്യങ്ങളുണ്ട്. DGP അങ്ങനെ DGP ആയെന്നുള്ളതിനെ കുറിച്ച് നിങ്ങളൊന്ന് അന്വേഷിക്കും. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റിയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. അദ്ദേഹത്തിന് വേണ്ടി ആരാണ് മുഖ്യമന്ത്രിയോട് ശുപാർശ ചെയ്തത് എന്ന കാര്യം കൈരളി പീപ്പിൾ ചാനൽ അന്വേഷിക്കും. എന്നിട്ട് എന്നെ വീട്ടിൽ വിളിക്കും. അറിയാം. അത്തരത്തിൽ ആരോപണങ്ങളും നിരീക്ഷണങ്ങളും വന്നിരുന്നു. ആ ഘട്ടത്തിൽ കൂടിയാണ് ഈ ഇടപെടലുകൾ ഒരുപക്ഷെ വ്യക്തമാകുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ ചർച്ചയാകേണ്ടതിന്റെ പ്രസക്തി. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞത്, ഇത് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഈ കോൺഗ്രസിലുള്ളേക്കാൾ വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഗ്രൂപ്പിസം എല്ലാ രംഗത്തും ഉണ്ട്. അത് ജഡ്ജിമാരുടെ ഇടയിലുണ്ട്, പോലീസുകാരുടെ ഇടയിലുണ്ട്, മറ്റേ രംഗത്തുണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകും. അപ്പോ സെൻകുമാറിനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിന് വേണ്ടി ശുപാർശ ചെയ്ത ആൾ, അദ്ദേഹത്തിന്റെ മെന്റർ എന്ന് പറയാവുന്ന ആളാരാണ്? അപ്പോൾ തീർച്ചയായിട്ടും ആ പറഞ്ഞ വ്യക്തിയെ സന്തോഷിപ്പിക്കുക, അല്ലെങ്കിൽ സുഖിപ്പിക്കുക, അല്ലെങ്കിൽ സാന്ത്വനിപ്പിക്കുക എന്നുള്ള അദ്ദേഹത്തിന്റെ ലക്ഷ്യമാണ്. അതിനൊരു സംശയമില്ല. ആ ഇടപെടൽ ഒരുപക്ഷെ ഈ തുടരന്വേഷണ പ്രഖ്യാപനത്തിലൂടെ അപ്രസക്തമായിരിക്കുന്നു. ആ ഇടപെടൽ അനൗചിത്യമാണ്. അത്തരത്തിൽ പെരുമാറാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പാടില്ല, പ്രത്യേകിച്ച് ഒരു പോലീസ് മേധാവി എന്നുള്ളത് കൂടി അടിവരയിട്ട് നമ്മൾ പറയണ്ടേ? ഒരിക്കലും പാടില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, അദ്ദേഹം തന്നെ DGP ആവുന്നതിന് മുമ്പ് വിവാദപരമായ എന്തൊക്കെ പരാമർശങ്ങൾ, പ്രസ്താവനകൾ നടത്തിയിരുന്നു. കലാഭവൻ മണി ഒരു ഫോറസ്റ്റ് കേസിൽ പ്രതിയായപ്പോൾ
ഈ മണി കറുത്ത നിറവുള്ള ഒരു പിന്നോക്ക സമുദായക്കാരനായതുകൊണ്ടല്ലേ കേസ് എടുത്തതെന്ന് ചോദിച്ച ആളാണ് സെൻകുമാർ. അതെ. അദ്ദേഹം ഇന്നലെ ജേക്കബ് തോമസിനെതിരെ നടത്തിയ പരാമർശങ്ങൾ നിങ്ങൾ കേട്ടു. അപ്പൊ അദ്ദേഹം ആനപ്പുറത്ത് കയറിയപ്പോൾ അദ്ദേഹം അച്ചടക്കം പഠിപ്പിക്കാൻ നോക്കിയാണ്. ഈ സെൻകുമാർ ആനപ്പുറത്ത് കയറുന്നതിന് മുമ്പ് ആരായിരുന്നു എന്നും ഇനി ആനപ്പുറത്തുനിന്ന് ഇറങ്ങുമ്പോൾ ആരായിരിക്കും നമുക്കറിയാം. അതൊന്നും മറന്നിട്ട് ആരും സംസാരിക്കണ്ട. അതാണ് ജേക്കബ് തോമസ് വളരെ ശക്തമായ ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കുന്നു. അദ്ദേഹം അച്ചടക്കത്തെ നോക്കാതെ സത്യവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നലെയും തുറന്നു പറഞ്ഞത്. വളരെ ആക്ഷേപഹാസ്യത്തോടു കൂടി അദ്ദേഹം അധികൃതരെ വെല്ലുവിളിച്ചു, ഒരു സെലോ ടേപ്പ് എടുത്ത് കാണിച്ചുകൊണ്ട്. ഇത്തരത്തിൽ ഒരുപാട് വിമർശനങ്ങൾ അദ്ദേഹം ഉയർത്തി, ശരീരഭാഷകൾ കൊണ്ടുപോലും. അങ്ങനെയെങ്കിൽ ആ ജേക്കബ് തോമസിനെ അച്ചടക്കത്തിൻ്റെ പേരിൽ വിമർശിച്ച DGP സെൻകുമാർ ഈ ശാന്ത എന്ന അടക്കമുള്ള ശാശ്വതീകാനന്ദ സ്വാമികളുടെ കുടുംബാംഗങ്ങളോടും പറഞ്ഞു ജേക്കബ് തോമസ് ആണ് അന്വേഷിക്കണമെന്ന ആവശ്യമാണ് കുടുംബാംഗങ്ങൾ മുമ്പോട്ട് വെച്ചത്. ആ ജേക്കബ് തോമസ് ആരാണ്? ജേക്കബ് തോമസ് ഏത് കേസ് അന്വേഷിച്ച് വെളിവാക്കിയിട്ടുണ്ട്? ഇങ്ങനെ വ്യക്തിവൈരാഗ്യം ധരിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവരോടും DGP പറഞ്ഞു എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ ഈ ഘട്ടത്തിൽ അതും കൂടി ചർച്ച ചെയ്യാം. അതുകൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. കാരണം ഒരുപക്ഷെ സെൻകുമാർ കോപാക്രാന്തനായത് ജേക്കബ് തോമസിന്റെ പേര് പറഞ്ഞുകൊണ്ടായിരിക്കും. അതിന് നല്ല സാധ്യതയുണ്ട്. അല്ലല്ല, താങ്കൾ നേരത്തെ നിരീക്ഷിച്ചതും ഒരുപക്ഷെ കാണാം. അതാണ് പ്രധാന കാരണം. ഇത് കൂടെ ആയപ്പോൾ പൂനമ്മൽ ഗുരു എന്ന് പറഞ്ഞ രീതിയിലായി കാണും. അതെ, തീർച്ചയായും വളരെ നന്ദി ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. അഡ്വക്കേറ്റ് ജയശങ്കറാണ് ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചത്.